പിന്നെ നല്ല രീതിയിൽ പ്ലേസ് ഒക്കെ റെഡിയാക്കിയായിരുന്നു, നല്ല ഫോട്ടോ എടുക്കായിരുന്നു. താല എടുത്തോ, ഇതെടുത്തോ, എടുത്ത് അങ്ങോട്ട്. നിങ്ങളെ ചെറിയ പോടാ, ചെറിയ പോണേ. പയ്യെ പോയാൽ മതി, ആക്രമണം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ കോട്ടയിൽ പോണം. റാമൻ ചെല്ലിവിടെ എല്ലാവരും ഒറ്റ ഓട്ടത്തിന് നമ്മൾ ഇതാണ്. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും സൗണ്ട് കേൾക്കാമെന്ന് അമ്മ പറഞ്ഞു. ഉറക്കം ചെല്ലുമല്ലോ.
കൃഷ്ണനെ ചെല്ലുന്നതല്ലേ? അവിടെ എത്തിക്കോളൂ, അവിടെ എത്തിക്കോളൂ. ഈ അമ്മമാരൊക്കെ എന്ത് പുരുഷന്മാരല്ലല്ലോ വേണ്ടത്, അമ്മമാരാ വേണ്ടത്. തോഴിമാരായിട്ട് ഒരുങ്ങിയവരവിടെ, അവരവിടെ ഒരു പാലയിലേക്ക് കൊണ്ടുവരാ വിഗ്രഹം. താലമൊക്കെ കൂടി കൊണ്ടുപോകും കുട്ടികളെ. അവിടെ ഒരു പായിട്ട് കൊടുക്കാം. ബക്കറ്റൊക്കെ നമുക്ക് മാറ്റാം. വരാനുള്ളവർക്ക് നല്ല പെൺകുട്ടിയെ നല്ല ആൺകുട്ടിയെ കിട്ടാനും പ്രാർത്ഥിച്ചിടുക. പുഷ്പാഞ്ജലി പറകളൊക്കെ എല്ലാവരും അവിടെ നിന്ന് ഇരിക്കുക പോയി എല്ലാവരും ഇരിക്കുക, ആരും നിൽക്കരുത്. എല്ലാവരും കൈക്കൊണ്ട് പരബ്രഹ്മജന്മയാ ഘോഷമെല്ലാം കഴിഞ്ഞു വരുമോ നല്ലാരിയോടും കൂട്ടിയിട്ടെല്ലാരും വാനേരിന ിരുന്ന വൈദർഭിക്ക് സാരസവിലോചനൻ ഭർത്താവായി വന്ന മൂലം മാറിനിമാര് മണിരത്നമാൻ രുക്മിണിയാനന്ദോമം വാലിടിന
കൃഷ്ണനാഥാകത്തിരും കൃഷ്ണനാമഹരേ ുള്ളിൽ കൃതാദത്ത പാമ്പം വിടത്തിട്ടവൻ മൊഴിയിലെ കൃഷ്ണനാമഹരേ ആ സമ്മാനദാനം അത് ഓർമ്മയുണ്ടല്ലോ. കൊണ്ടുവന്നവർക്ക് ഞാൻ മിഠായി വില വന്നിട്ടുണ്ടോ? ഉണ്ടോ? മിഠായില്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞ ഓരോ കവറും അവിടെ നിൽക്ക പറഞ്ഞിട്ട് മതി അവിടെ നിൽക്ക. അത് സ്വീറ്റ്സ് ആണോ? ഒരു ഫ്ലൂട്ട് ഉണ്ടോ? എനിക്കിഷ്ടമില്ലാത്ത വിഷയമാണത്. എന്നാലും ഒരു കൊടിയെടുത്ത് കൈ കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ വേണമെന്നില്ല അതിനായിട്ട് പോയേനെ. ഈശ്വരന്റെ കാര്യം വരുമ്പോ നാണക്കേട് പറയുന്നത്. നാണക്കേട് ധാരേണ്ടത് വീട്ടിൽ മോഷ്ടിക്കാൻ പോവാണോ നമ്മൾ? നാണക്കേട് വിചാരിക്കാൻ ഒന്നുമല്ലല്ലോ. ഇങ്ങനെ കൂട്ടത്തോട് വരുന്നല്ലേ നാണക്കേട്. ഇവിടുന്ന് ഞാൻ അറിയാൻ പാടില്ലേ പറഞ്ഞ വിട്ടത്. ലൈനായിട്ട് വരണം, ഈശ്വര കർമ്മമാണ്. ഇതൊരു ലൗകിക കർമ്മം അല്ല നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മനസ്സിലാവുന്നു ആ ഭക്തിയൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കർമ്മം വച്ചിരിക്കുന്നത് യജ്ഞശാലയില്. അത് ഭംഗിയായിട്ട് നടത്തണം. നമുക്ക് എല്ലാവർക്കും നാണമാണ്. താലം എടുക്കാൻ നാണക്കേട്, കുരവിടാൻ നാണക്കേട്, എന്താ ലൈനായിട്ട് വരാൻ നാണക്കേട്. പിന്നെ എന്തിനാ നാണം ഇല്ലാത്തത്? ആശാൻ പഠിപ്പിച്ച അക്ഷരം പറയാം, അതിനൊരു നാണക്കേടുമില്ല. അത് ചെല്ലുമ്പോൾ ഞാനും കൂട്ടക്ഷരം ഒക്കെ ചേർത്തങ്ങ് പറഞ്ഞോളൂ. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും കൊണ്ടുവരണമെന്നാ കാഴ്ചദ്രവ്യം. എന്തായാലും നിങ്ങൾ 10 പ്രാവശ്യം ചിറ്റാറാൻ പത്തനംതിട്ട പോവുകയാണെങ്കിൽ ആ ബസ്സിൽ വെച്ച് കണ്ട ഒരാളാണെങ്കിൽ പോലും വിളിക്കുമ്പോൾ അയ്യോ നാളെ ആ മുഖത്ത് നോക്കണമല്ലോ എന്നും പറഞ്ഞ് ഒരു വലിയ കെട്ടും മേടിച്ചോണ്ട് പോകും. ഇത് ഭഗവാന് കൊടുക്കാൻ മാത്രം എല്ലാവർക്കും മടിയാ. ഈശ്വരകർമ്മത്തിന് പണ്ടേമിനി വേണം. എല്ലാവർക്കും പിശുക്ക് അതിനൂടെ കൊണ്ടൊന്നും മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുത്തോളൂ. അതിനൊരു വിഷമവും ഇല്ല. അത് വരാണ്ടിരിക്കാനായി ഇത് ചെയ്യാൻ പറയണത്. ബോധിക്കത്തില്ല. ആചാര്യന് ഏതാണ്ട് അല്ലെ വായനക്കാർക്ക് ഏതാണ്ട് കാര്യം സാധിക്കാനാ, അല്ലെ കമ്മിറ്റിക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാനാ. അവര് അറിവുള്ളവരാരും കൊണ്ടുപോകില്ല. കാരണം അത് ബ്രഹ്മസ്വാണ്. അപ്പൊ അതുകൊണ്ട് ഒരു മിഠായിയെ കൊടുക്കാവുള്ളൂ. ഞാൻ ഒരു കൂടുതലും മധുരം കിട്ടാന്ന് പറഞ്ഞ കൂടുതലും ഉണ്ടല്ലോ. വേണ്ടാട്ടോ, ഒരെണ്ണം കൊടുത്താൽ ഒരെണ്ണം ഒരു മിഠായി മേടിച്ചു. കുഞ്ഞിനൊരു സ്വീറ്റ് മേടിച്ചു പോകാം. നമ്മുടെ പേരൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഭഗവതിയുടെ പേരല്ലേ എഴുതിയിരിക്കണേ. ലൈനായിട്ട് വരിക. ലൈനായിട്ട് അമ്മമാര് വന്ന് അതവിടെ സമർപ്പിച്ച് ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂടെ വന്നോളൂ. നിങ്ങളുടെ ബസ് എക്സ്പെൻസും ചെലവും ഒക്കെ ഞാൻ എടുത്തോളാം. അമ്മയമ്മ ഇതുപോലൊരു അക്ഷരം അവിടെ പറയില്ല. കാരണം എന്റെ സ്ഥിരം വേദിയാണത്. ആദ്യമായിട്ട് ചെന്ന് ഒറ്റ പ്രാവശ്യം പറയേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ എന്നും പറയേണ്ടി വന്നിട്ടില്ല. അവരിങ്ങോട്ട് ചോദിക്കും അതൊക്കെ ചെയ്യാവോ അമ്മേ, ഇതൊക്കെ ചെയ്യാവോ അമ്മേന്ന്. എന്നോട് വന്നോളൂ, ഞാൻ കാണിച്ചു തരാം സപ്താഹം എന്താണെന്ന്.
ഇത് പറയാണ്ട് ചെയ്യില്ല, പറഞ്ഞാലുമില്ല. ഒരു വശത്തൂടെ പോലെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകൂലേ? രണ്ടു വഴിക്കൂടെ വന്നാല് ഒരു കൊച്ചു കുട്ടികളല്ലേ. ഈ 1000-ന്റെ ആയതുകൊണ്ട് അത് മാത്രമായിട്ട് എങ്ങനെ ഇടുന്നത് എന്ന് വിചാരിക്കണ്ട. 100 രൂപ നോട്ട് 500-ന്റെ ഒന്നും ഇല്ല മാതാജി പൊതിയ. അതുകൊണ്ട് 1000-ന്റെ എങ്ങനെ കൊണ്ട് ഇടുന്നതെന്ന് വിഷമിക്കണ്ട, അത് മാത്രം ഇട്ടാലും മതി. ഓരോരുത്തർ ലൈനായിട്ട് നടന്നാണോ പ്ലെയിനാണോ വണ്ടിയിലാണോ വന്നതെന്നും ചോദിച്ചില്ല. ഒരു 10 പൈസ പോലും നെറ്റിക്ക് വെച്ച് ഒട്ടിക്കാൻ കൊടുത്തു വിട്ടൂല. പിന്നെ ആർക്കാ കൊണ്ട് കൊടുത്തത്? നാളെ എനിക്ക് ആലോചിച്ചോളൂ. ചോദിക്കാനേ വരുന്ന അറിയാലോ. നമ്മളിങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ടല്ലേ ഇരിക്കണേ. ചോദിക്കാനെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്നിട്ട് വേണം ഇവിടെ സമർപ്പിക്കാൻ, നിങ്ങളെ ഏൽപ്പിക്കാൻ. എങ്കിലേ നാളെ മുതൽ ചേച്ചി വരുവുള്ളൂ. അല്ലെ ചേട്ടനൊന്ന് പോവാന്ന് പറഞ്ഞാലും ചേച്ചി പറയും, ഓ അവർക്ക് അത്ര വലിയ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, എനിക്കിപ്പോ കഴിയത്തില്ലെന്ന്. നിങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത്. ആര് വേണേ ഇങ്ങോട്ട് വരട്ടെ, എനിക്കിപ്പോ അങ്ങോട്ട് പോകുന്ന നേരമില്ലെന്ന്. അതുപോലെ ഈ സപ്താഹം കഴിയുമ്പോൾ മുതലൊരു വലിയ വഞ്ചിക്ക് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഇരിക്കുന്നില്ലേ, അതുപോലെ ഒരു വഞ്ചിക്കുറ്റി വാങ്ങിച്ചു വയ്ക്കുക. എന്നിട്ട് ദിവസവും ഈ അനാമത്ത് കളയുന്ന കാശിന്റെ എന്തേലും ഒരു ഭാഗം അതിൽ സൂക്ഷിക്കാം. ഞാൻ നേരിട്ടായിട്ട് പറയണേ. ഒരു വഞ്ചിക്കുറ്റി മേടിച്ചു വെച്ചിട്ട്, അല്ലാതെ പെട്ടിയിൽ വെച്ച് കൂട്ടാന്ന് വിചാരിക്കണം. അത്യാവശ്യം വരുമ്പോൾ അതും പറക്കൊണ്ട് പോകും. ഇതാകുമ്പോൾ കുത്തി എടുക്കുന്ന വിഷമോർത്തയിലും അതിൽ കിടന്നോളും. അപ്പൊ എടുത്തിട്ട് അനാമത്തിൽ ചെലവാക്കുന്ന പൈസയിൽ നിന്ന് എന്തെങ്കിലും ഓരോ നാണയത്തിട്ടൊക്കെ അതിലിട്ട് വെക്കുക. അടുത്ത സപ്താഹസോ അല്ലെ എന്താ നടത്തുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യജ്ഞശാലയിലെ എല്ലാ വഴിപാടുകളും നടത്താനുള്ള പൈസ അതിലുണ്ടാകും, അമ്മ തരും. പക്ഷെ മനസ്സോടെ ഇടണം, ഇത് യജ്ഞത്തിന്റെ ആവശ്യത്തിനാണ് എന്ന മനസ്സോടെ അങ്ങോട്ട് ഈ സപ്താഹം കഴിയുമ്പോൾ മുതൽ, ഇപ്പൊ തിങ്കളാഴ്ച ഇവിടെ കഴിയും, ചൊവ്വാഴ്ച മുതൽ അങ്ങോട്ട് തുടങ്ങിക്കൊള്ളുക. അപ്പൊ ഇത്രയും പിശുക്കൊന്നും ആകരുത്. അപ്പൊ എല്ലാവരുടെയും കഴിഞ്ഞുവല്ലോ. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ എന്തേ? രുക്മിണിയുടെ അമ്മ എല്ലാം കുറച്ച് വെക്കുവാണല്ലോ. എല്ലാം പോയി മക്കളെ സമയം പോകും. നാണയപ്പറ, അൽബലി, അവൽപ്പറ, മലർപ്പറ ഒക്കെ പ്രധാനമാണ്. അരി, പിന്നെ സൗന്ദര്യം വേണ്ടവർക്കൊക്കെ. ഈ പുരുഷന്മാരൊന്നും പറഞ്ഞത് കാണുന്നില്ല. എന്താ അങ്ങനെ? ഇവിടെ അങ്ങനെ ഇല്ലേ? എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. എല്ലാവർക്കും ഉണ്ട് സൗന്ദര്യം അല്ലേ? വേണ്ട, സൗന്ദര്യമുള്ളവർക്ക് ദാരിദ്ര്യം വിഷമമൊന്നും വരാതിരിക്കാൻ അവരെ മലരൊക്കെ നടക്കാമല്ലോ. കൈ കാശുണ്ടാവട്ടെ എന്ന് വെച്ച് 10 അരി നടക്കാമല്ലോ. അപ്പൊ അത് Lights on, light low.
അവിടെ കമാൻഡിങ് ഓഫീസർ അവിടെ എത്തി കാണും. Thank you.